ശ്രീ ഗുരുഭ്യോ നമഃ. വൃത്തത്തിലെ ശൂന്യത 9/8/2025. ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ നോക്കുന്നു. നിങ്ങളുടെ പ്രതിബിംബത്തെ കാണുന്നു. പ്രതിബിംബം നിങ്ങളെയും നോക്കുന്നു. ആദ്യം നോക്കിയത് ആരാണ്? അത് നമ്മൾ തന്നെയാണ്. പക്ഷേ ഇരുവരും പരസ്പരം നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിരീക്ഷകൻ ആര്? ഞാൻ നിരീക്ഷകൻ, പ്രതിബിംബവും നിരീക്ഷകൻ തന്നെ അല്ലേ? പ്രതിബിംബം എന്റേതാണ്, അതിനാൽ എന്നിൽ നിന്നും ഭിന്നമല്ല പ്രതിബിംബം എന്നു ഞാൻ പറയും. കണ്ണാടിയിലെ പ്രതിബിംബം ഞാൻ തന്നെയാണ് എന്ന ഉറപ്പുള്ള ഞാൻ എന്റെ സത്തയാണ് ഞാൻ എന്ന് പറയുന്നില്ല? അതിന് അനുഭവം വന്നില്ല എന്നാവും ഉത്തരം. ശരി, ഉത്തരം നല്ലത് തന്നെ. എന്നാൽ സത്തയാണ് ഞാൻ എന്ന ആശയം കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാലോ? അപ്പോഴും പറയും അനുഭവം വന്നിട്ടില്ല എന്ന്. അനുഭവപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? നിരീക്ഷണം ചെയ്യണം. എന്നിലെ നിരീക്ഷകനെ ഉണർത്തണം. എങ്കിലല്ലേ സത്യം ബോധ്യപ്പെടുകയുള്ളൂ, സത്യം അനുഭവപ്പെടുകയുള്ളൂ. നിരീക്ഷണം ഇല്ലാതെ നാം എന്ത് പരിശീലനങ്ങൾ അല്ലെങ്കിൽ സാധനകൾ ചെയ്താലും ഫലം എന്താണ്? സാധനാദികൾ വഴി ഒരാൾക്ക് നിരീക്ഷകൻ ഉണ്ട് എന്നും നിരീക്ഷണം വേണം എന്നുമുള്ള സത്യം തിരിച്ചറിയുവാൻ സാധിച്ചു. എന്നാൽ അറിഞ്ഞിട്ടും നിരീക്ഷകനെ ഉണർത്താൻ താമസിച്ചാലോ? കണ്ടോ, നിരീക്ഷകനില്ലാതെ എത്ര വലിയ ആശയമായാലും അതൊന്നും സത്യാനുഭവം നൽകുന്നില്ല. അവ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ആശയപരമായ ഓർമ്മയല്ല അനുഭവം എന്നറിയുക. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, വർഷങ്ങളായി ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നു, വർഷങ്ങളായി സാധന അനുഷ്ഠിക്കുന്നു, പക്ഷേ ബോധപ്രാപ്തനാകുന്നില്ല, വാസനാക്ഷയം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ സത്യാനുഭവങ്ങൾ ഒന്നും കിട്ടുന്നില്ല എന്നെല്ലാം. അതിൻ്റെ കാര്യകാരണങ്ങൾ ആണ് നാം കേട്ടത്. വർത്തമാനകാലത്ത് ഈ നിമിഷത്തിൽ ആണ് നിരീക്ഷകൻ ഉണ്ടാകേണ്ടത്. പക്ഷേ നമ്മുടെ നിരീക്ഷണം പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ആ സംഭവം നടന്നതിൻ്റെ ഭാവി കാലത്തിലാണ്. അതായത് എല്ലാം കഴിഞ്ഞ ശേഷം അവയെ നിരീക്ഷണം ചെയ്യുന്നു. കേട്ടിട്ടില്ലേ, ഞാൻ എന്നെ നിരീക്ഷിച്ചപ്പോൾ തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇവ എന്നെല്ലാം പറയുന്നത്. അങ്ങനെയാവരുത്. അതായത് നമ്മൾ സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും ദേഷ്യത്തിലായാലും അസൂയപ്പെടുന്ന നിമിഷത്തിലായാലും എന്ത് വികാരത്തിലിരുന്നാലും ആ സമയത്ത് നാം നമ്മളെ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ അത് വല്ലതും നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കാം. ശരി, അത് നടക്കുന്ന കാര്യമല്ല എന്ന് തന്നെ കരുതുക. ആ സമയം നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കുക. അതായത് പൂർണ്ണ ദേഷ്യത്തിലായിരിക്കുമ്പോൾ അവിടെ ഞാൻ ഇല്ല, ദേഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിൽ നിരീക്ഷകനും ഇല്ലാതെ പോയത്. അതാണ് സത്യം. എല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം അവയെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ഇന്നലെ വല്ലാത്ത ദേഷ്യത്തിലായിപ്പോയി ഞാൻ എന്ന് പറയുകയും ചെയ്യുന്നു. അവിടെ കഴിഞ്ഞ ഒരു അനുഭവത്തെ നിരീക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു നിരീക്ഷകൻ അവിടെ വന്ന് അവനിൽ വന്നുപോയ അനുഭവത്തിൻ്റെ ഓർമ്മ വന്ന് ആ ഓർമ്മ വഴി അനുഭവസ്ഥനെ ഓർത്തു.
കൂടാതെ ആ അനുഭവസ്ഥന്റെ അനുഭവവും ഓർമ്മ വന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ നിമിഷത്തിൽ കഴിഞ്ഞ കാലത്തിന്റെ അനുഭവത്തിന്റെ ഓർമ്മകളിൽ പോയി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ദേഷ്യത്തിലായിരുന്നു എന്ന് പറയുന്നത്. ഒരു കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഓർമ്മകളെ നിരീക്ഷിച്ച് അപഗ്രഥിച്ചു വിലയിരുത്തി തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, വിലയിരുത്തലിനെ പോലും നിരീക്ഷണമായിട്ടാണ് പലപ്പോഴും നാം തെറ്റിദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിരീക്ഷണം നടന്നിരുന്നുവെങ്കിൽ ആ സംഭവത്തിന് ശേഷം ഭാവിയിൽ വിലയിരുത്തൽ തന്നെ വേണ്ടി വരില്ലായിരുന്നു. ഇതാണ് അതിൻ്റെ പിന്നിലെ വലിയ സത്യം. ദേഷ്യപ്പെടുമ്പോൾ എന്ത് വികാരമായാലും അവിടെ ഞാൻ ഇല്ലാതെ വികാരം മാത്രമാവുമ്പോൾ അവിടെ നിരീക്ഷകൻ ഇല്ല. കഴിഞ്ഞ വികാരത്തെപ്പറ്റി മനസ്സുകൊണ്ട് ചിന്തിച്ച് വിഷമിക്കുമ്പോഴോ അഭിമാനിക്കുമ്പോഴോ നിരാശാവാനാകുമ്പോഴോ ഉത്കണ്ഠയുള്ളവനാകുമ്പോഴോ വർണ്ണിക്കുമ്പോഴോ അവിടെയും നിരീക്ഷകനില്ലെങ്കിൽ അവിടെ സത്തയുടെ അനുഭവം അവൻ അറിയുന്നില്ല. മനസ്സ് സൃഷ്ടിക്കുന്ന ഈ രണ്ട് സാഹചര്യത്തിലും നിരീക്ഷകൻ ഉണ്ടാകേണ്ടതാണ്. ഹരിയോ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിയോ. ഇന്നത്തെ അതായത് 9-ാം തീയതി ഓഗസ്റ്റിലെ വൃത്തത്തിലെ ശൂന്യതയിലും നിരീക്ഷണം തന്നെയാണ്. പക്ഷെ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ടൈമിങ് എപ്പോഴാണ് നമ്മുടെ ഈ നിരീക്ഷണം ചെയ്യേണ്ടത്, അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അങ്ങേയറ്റം നമ്മുടെ മനസ്സ് വല്ലാതെ നമ്മളെ മനസ്സ് പ്രബലമായിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് നിരീക്ഷണം ചെയ്യേണ്ടത്, അല്ലാതെ അത് കഴിഞ്ഞിട്ടല്ല. ആ ഒരു പോയിന്റാണ് ഇവിടെ ഗുരുജി ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പേ ആ നിരീക്ഷണത്തിനെ കുറിച്ച് കുറെ ആസ്പെക്ട്സ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അതായത് ആ അറിവ് വർദ്ധിച്ച് ആ ബോധതലം ഉയർത്താനുള്ള ആ ഭാഗം, ബന്ധനത്തിൽ നിന്നും മുക്തനാകാനും നിരീക്ഷണം ഏകാഗ്രത അല്ല, നിരീക്ഷകന്റെ നിരീക്ഷണമായിരിക്കണം. തടസ്സങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഇന്ന് ആ ടൈമിങ് നിരീക്ഷകന്റെ നിരീക്ഷണത്തിൽ ടൈമിങ് എങ്ങനായിരിക്കണം? അതായത് ഈ നിമിഷത്തിൽ ഒരു സംഭവം നടന്നിട്ട് അത് ശ്രദ്ധിക്കാതെ അതിന് ശേഷം നിരീക്ഷണം ചെയ്യുന്ന അത് പാടില്ല. ആ ഒരു കാര്യമാണ് ഗുരുജി പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബത്തിനെ കാണുമ്പോൾ ആ ബിംബം നമ്മളെ കാണുന്നു. അപ്പോൾ പരസ്പരം നിരീക്ഷിക്കുന്നു. ഉറപ്പായിട്ട് ജീവനുള്ള ഞാൻ നിരീക്ഷകൻ, പ്രതിബിംബം നിരീക്ഷകൻ ആണോ അല്ലയോ എന്ന് ജീവനുള്ള എൻ്റെ ആ കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും. ചിലപ്പം ചിലർക്ക് അവർക്ക് ആ കേട്ടറിവിൽ നിന്നും അവരായിരിക്കാം അവരാണ് എന്താ പറയാ സത്തയാണെന്നും അങ്ങനെയുള്ളത്. പക്ഷെ പ്രതിബിംബത്തിന് അങ്ങനെ ആണോ ഇല്ലയോ എന്ന് അവരുടെ ആ തലം അനുസരിച്ചിരിക്കും. അതനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. പ്രതിബിംബം എന്നിൽ നിന്നും ഭിന്നമല്ല എന്നൊരു ധാരണയിൽ നിലനിൽക്കുന്നവന് ഉറപ്പുള്ള ഞാൻ സത്തയാണ് എന്ന് ഒരിക്കലും പറയാറില്ല. കാരണം അനുഭവം ഇല്ലാത്തത് കൊണ്ടാവാം. കേട്ടറിഞ്ഞാലും അനുഭവം ഉണ്ടാകുന്നു ഇല്ലല്ലോ. അപ്പോഴും അനുഭവം ഉണ്ടാവണം എന്നില്ല. അപ്പൊ സത്തയെ അറിയുന്ന സത്യ അനുഭവം ലഭിക്കണമെങ്കിൽ നിരീക്ഷണം ചെയ്യണം. ഇനി നിരീക്ഷകന്റെ ആവശ്യകതയെ കുറിച്ച് കേട്ടിട്ടും നിരീക്ഷകന്റെ ആവശ്യകതയെ കുറിച്ച് കേട്ടിട്ടും
അനുഭവിച്ചില്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ, ആ ആശയം ഉണ്ടെങ്കിൽ, നിരീക്ഷണം ചെയ്യാൻ താമസിക്കുന്നു എങ്കിൽ മനസ്സത്ര പ്രബലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിരീക്ഷകന്റെ അഭാവത്തിൽ എത്ര വലിയ ആശയമായാലും അത് ഓർക്കാൻ പറ്റുകയുള്ളൂ, അല്ലാതെ അതിന്റെ ഒരു സത്യാനുഭവം ഉണ്ടാവണം എന്നില്ല. നിരീക്ഷകനെ ഉണർത്താൻ പറ്റാത്ത കാരണം മുഖ്യമായിട്ടും മനസ്സിന്റെ പിടിയിൽ ആശയങ്ങളുടെ ലോകത്തിൽ വർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോ ഈ നിമിഷത്തിൽ നിലനിൽക്കണം എന്നാണ്, അത് അനിവാര്യമാണ്. പക്ഷെ നമ്മൾ മിക്കവാറും അവിടെ ഇവിടാണ് നമുക്ക് അവിടെ ഒരു ഫോൾട്ട് വരുന്നത്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സെക്കൻഡ് പാരഗ്രാഫ്. ഈ നിമിഷത്തിൽ നിന്ന് തന്നെ നിരീക്ഷണം ചെയ്യേണ്ടതാണ്, അല്ലാതെ ഭാവി കാലത്തിൽ അല്ല ചെയ്യേണ്ടത് എന്ന് അങ്ങനെ പറയുന്നുണ്ട്. അതായത് മനോവൃത്തികളിൽ ഇൻവോൾവ് ആയിട്ട്, ആയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളി അതിൽ എൻഗ്രോസ്ഡ് ആണ്, അതിൽ ഇൻവോൾവ് ആയിട്ട് അതെല്ലാം നടന്നിട്ട് പിന്നെ ആ സംഭവത്തിൽ നിന്ന് ഉണ്ടാവുന്ന ആ അനുഭവത്തെ നിരീക്ഷിക്കുന്നത് പിന്നെ ആയിരിക്കും, ആ സംഭവം കഴിഞ്ഞിട്ട്, അനുഭവം കിട്ടിക്കഴിഞ്ഞിട്ട്. അതല്ല വേണ്ടതെന്ന് ഗുരുജി ചൂണ്ടിക്കാണിക്കുന്നത്. എപ്പോഴാണോ മനസ്സ് പ്രബലമായി നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്, അതായത് നമ്മൾ സന്തോഷമായിട്ടിരിക്കട്ടെ, ദുഃഖിച്ചോ, ദേഷ്യപ്പെട്ടോ, അസൂയ പിടിച്ചോ, നൈരാശ്യബോധത്തോടെ ഇരിക്കുകയാണെങ്കിൽ അതിനെ അപ്പോൾ തന്നെയാണ് നിരീക്ഷിക്കേണ്ടത്. ഈ നിമിഷത്തിൽ അത് നമ്മുടെ ഉള്ളിൽ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് മൂത്ത് വരുമ്പോൾ അത് ഒബ്സർവ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ വികാരമായി മാറാതെ നിരീക്ഷണം നടക്കണം. We should not lose ourselves to that ആ ഇമോഷൻ, അതിൽ പെട്ടുപോകാതെ അവിടെ ആ നിരീക്ഷണം ആ സമയത്താണ് നടക്കേണ്ടത്. അങ്ങനെയാണ് നിരീക്ഷണം പരിശീലിക്കേണ്ടത്. അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ തേർഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയണ്ടേ, ഇത് എങ്ങനെ, ഇത് പറയാൻ എളുപ്പമാണല്ലോ എന്ന് പലരും പറയും. പക്ഷെ അതല്ലല്ലോ. നമ്മള് ഒരു ധ്യാന ക്യാമ്പിനൊക്കെ പോകുന്നവരാണ്. അപ്പൊ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ നിമിഷത്തിൽ നിശ്ചലതയിൽ ധ്യാനവിധി പങ്കെടുക്കുമ്പോൾ ധ്യാനാത്മക മനസ്സിന്റെ ആ ശാന്തത അനുഭവിച്ച് നമ്മൾ അതിൽ പങ്കെടുക്കാറുണ്ട്. 4 മണിക്കൂറോളം നമ്മൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ആ അനുഭവം എത്രത്തോളം ആ ശാന്തതയിൽ നമുക്ക് ആ മോഡില് നിത്യജീവിതത്തിൽ നിൽക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ആ പരിശീലനം ഏത് പ്രതിസന്ധിയിലും, അതായത് നമ്മുടെ ഇമോഷൻസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ശാന്തതയിൽ നിൽക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ നിരീക്ഷകൻ ഉണരാൻ തുടങ്ങും. അപ്പൊ നിത്യസാധനയ്ക്ക് നിരീക്ഷണം ചെയ്യുമ്പോൾ നമ്മള് ബോധവാൻ ആകേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നിമിഷത്തിൽ തന്നെ ഏത് വികാരം, ഏത് പ്രതിസന്ധി ആയാലും അതിനെ നോക്കിക്കാണണം. അതായത് ആ ധ്യാനാത്മക മനസ്സ് നിന്ന് നോക്കിയാൽ മതി. അത് എത്രത്തോളം ന്യൂട്രൽ ആണോ അതൊന്നും നമ്മൾ നോക്കണ്ട, പക്ഷെ അതിനെ നോക്കിക്കാണുക, അതാണ് വേണ്ടത്. അതല്ലെങ്കിൽ മനോവികാരങ്ങളെ അനുഭവിച്ച ശേഷം മനസ്സും കൊണ്ട്, അതായത് ഇതിൽ ഇപ്പൊ പറയുന്ന കാര്യം എന്തുകൊണ്ട് ഡിലേ ഇൻ റീച്ചിങ്, നിരീക്ഷകന്റെ തലത്തിൽ എത്താൻ ഡിലേ വരുന്ന എന്തുകൊണ്ടാണ്? ഇത്രയൊക്കെ കേട്ടിട്ടും ആ പ്രാക്ടീസിലെ ഒരു കുഴപ്പമാണ്, ആ ടൈമിങ്ങിന്റെ കുഴപ്പം. മനോവികാരങ്ങളെ മനസ്സുകൊണ്ട് ആ അനുഭവത്തെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിന്റെ നിരീക്ഷകൻ ആ അനുഭവസ്ഥനെയും അനുഭവസ്ഥന്റെ അനുഭവത്തെയും ഓർക്കും എന്ന് പറഞ്ഞാൽ മതി. കാരണം ഈ അനുഭവം കഴിഞ്ഞ കാലത്തിൽ മുമ്പേ ഈ നിമിഷത്തിൽ നടന്നതാണ്. അന്ന് എന്തോ ചെയ്തില്ല, നിരീക്ഷിച്ചില്ല.
ആ അനുഭവം നിരീക്ഷിച്ചില്ല. അപ്പോ അങ്ങനെ വന്നപ്പോൾ അതങ്ങനെ ഓർമ്മയായിട്ട് കിടക്കുന്നതാണ്. അപ്പോ ഇപ്പൊ നിരീക്ഷണം ചെയ്യുവാണെങ്കിൽ ആ നമ്മുടെ ആ മനോതലത്തിൽ നിന്നായിരിക്കും ആ ഓർമ്മയിലോട്ടാണ് പോകുന്നത്. പിന്നെയും നമ്മൾ വഴുതി വീഴുന്ന ആ മനോതലത്തിലോട്ട് തന്നെയാണ്, മൈൻഡ് ലെവലിലോട്ട് തന്നെയാണ് പോകുന്നത്, പാസ്റ്റിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ അനുഭവങ്ങൾ തിരിച്ച് അറിയുക ആണ് ചെയ്യുന്നത്. അങ്ങനെ വിലയിരുത്തലിനെ അപ്പൊ ഇങ്ങനെ നമ്മൾ ആ പാസ്റ്റിലോട്ട് പോയിട്ട് അതെല്ലാം കണ്ടിട്ട് പിന്നെ അതിനെ വിലയിരുത്തുന്ന ആ കാര്യമൊക്കെ ചെയ്യും. ആ വിലയിരുത്തുന്നതും ചിലര് അത് നിരീക്ഷണം ആണെന്ന് തെറ്റിദ്ധരിക്കും. അപ്പൊ ഇവിടെ ആ ഒരു പ്രശ്നമുണ്ട്. സമയത്തിന് നമ്മൾ നിരീക്ഷണം ചെയ്തില്ലെങ്കിൽ പോസ്റ്റ് അനുഭവത്തിന് ശേഷം, അതായത് ഭാവിയിൽ ചെയ്യുന്നു എന്ന് പറയുന്നത്, അത് ലേറ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? അതിനെ കുറിച്ച് പിന്നെ ഇരുന്ന ആ മനോതലത്തിൽ തന്നെ നിരീക്ഷകൻ അഭാവത്തിൽ അതിനെ കുറിച്ച് വിലയിരുത്തുന്നത് അതും നിരീക്ഷണമല്ല. യഥാർത്ഥ ഈ നിമിഷത്തിലെ നിരീക്ഷകൻ ഉണ്ടായിരുന്നു എങ്കിൽ, ആ സമയത്ത് പാസ്റ്റ് സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ആ കഴിഞ്ഞ കാലത്ത് ഈ വിലയിരുത്തൽ അല്ല ഈ വിലയിരുത്തൽ ഇപ്പൊ വേണ്ടി വരില്ലായിരുന്നു. ദാറ്റ് ഈസ് ആ പ്രസന്റിൽ അവിടെ തന്നെ നിന്ന് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ ഇരുന്ന് നമ്മളെ വിലയിരുത്തുന്നത് നോട്ട് നിരീക്ഷണം, ഇറ്റ് ഇസ് നോട്ട് നിരീക്ഷണം, തെറ്റിദ്ധരിക്കരുത്. ആ വിലയിരുത്തൽ ഇവിടെ വേണ്ടി വരില്ല. അതുകൊണ്ട് ഓരോരോ നിമിഷത്തിലും നമ്മൾ നിന്ന് അപ്പോഴേ നമ്മൾ ആ അനുഭവങ്ങൾ എല്ലാം അപ്പോഴത്തെ നമ്മുടെ സത്യം എന്താണോ അതിനെ നിരീക്ഷിക്കുക, അതാണ് വേണ്ടിയത്. അപ്പൊ അങ്ങനെ വരുമ്പം വീണ്ടും ഒരു പോസ്റ്റ് വേറെ ഒരു ഭൂതകാലത്തിലോട്ട് പിന്നെ ഫ്യൂച്ചറിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് പാസ്റ്റിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വരില്ല. അതോടെ പിന്നെ അത് ആ ഫയൽ ചിലപ്പം അതിൽ നിന്ന് ഡിലീറ്റും ചെയ്തു പോകും ചിത്രത്തിൽ നിന്ന്. അപ്പൊ പിന്നെ അതുകൊണ്ട് ഈ രണ്ട് സാഹചര്യം അങ്ങനെ ഉണ്ടാവും. ഏത് വികാരങ്ങളും കൊള്ളുമ്പോൾ, ഏത് വികാരമായാലും അത് കൊള്ളുമ്പോൾ അവിടെ എന്നെ മറന്ന് ആ വികാരത്തിൽ വളരെ ഇൻവോൾവ് ആയാൽ അവിടെ ഞാൻ ഇല്ലാതെ വികാരം മാത്രമാകുമ്പോൾ അവിടെ നിരീക്ഷകനില്ല. ഒരു പോയിന്റ്. ഒന്ന്, അതിനെക്കുറിച്ച് വീണ്ടും വികാരം കൊള്ളുന്നുവെങ്കിൽ, അതായത് അതിനെ ഓർത്തിട്ട് വിഷമിക്കുകയോ അഭിമാനിക്കുകയോ നിരാശപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്താൽ അവിടെ നിരീക്ഷകൻ ഇല്ലെങ്കിൽ, അതായത് ഈ വികാരമൊക്കെ കൊള്ളുമ്പോൾ അവിടെ നിരീക്ഷകൻ ഇല്ലെങ്കിൽ, എന്നാൽ അവിടെയും സത്തയുടെ പിന്നെ അനുഭവം ഉണ്ടാവില്ല, അറിയില്ല നമ്മൾ. അപ്പോ ആ ഒരു കാര്യം, അപ്പൊ ഇതാണ് ആ ടൈമിങ് ഓഫ്. അപ്പൊ ഈ രണ്ട് സാഹചര്യം, അതായത് നമ്മളെ മറന്ന് നമ്മളെ മനോതലത്തിൽ നിന്ന് ചില അപ്പോഴത്തെ സത്യം അനുഭവിക്കുമ്പം വികാരങ്ങൾ കൊണ്ട് അവിടെ അപ്പം മനസ്സിലാവണം അത് മനസ്സിന്റെ നിരീക്ഷണമായിരിക്കും അവിടെ നടക്കുന്നത്, അതായത് അല്ലാതെ നിരീക്ഷകന്റെ അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് അതിനെ വിലയിരുത്താൻ പോകുമ്പം അവിടെ ധ്യാനാത്മക മനസ്സും കൊണ്ട് ശാന്തതയിലിരുന്ന് അതിനെ കുറിച്ച് വിലയിരുത്തുന്നതിന് പകരം ആ വരുന്ന മനസ്സിൽ കയറി വരുന്ന ചിന്തകൾ അതിനെ സംബന്ധിച്ച് അത് നിരീക്ഷിച്ചില്ലെങ്കിൽ, അങ്ങനാണെങ്കിൽ ആ ആ നിരീക്ഷകനെ ഉണർത്താൻ പറ്റില്ല. അപ്പോ മനസ്സ് സൃഷ്ടിക്കുന്ന ഈ രണ്ട് സാഹചര്യത്തിലും നിരീക്ഷകൻ ഉണ്ടാകേണ്ടതാണ്. ഇതിനെ കുറിച്ച് ഒരു കാര്യത്തോടെ എനിക്കൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം ഇന്ന് ഉച്ചയുടെ ആ പോസ്റ്റിംഗ് ഇന്ന് ഞാൻ വിട്ടത് ആ ധ്യാനകഥയെ കുറിച്ച്. അപ്പോ ആ ധ്യാന സാധകൻ പിന്നെ ധ്യാന സാധകൻ പറഞ്ഞ കാര്യം പിന്നെ നിഷേധിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ കാര്യം, അത് വായിച്ചതിന് ശേഷം അത് നമ്മളിങ്ങനെ ഇരുന്ന് ഇരിക്കുമ്പം അപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്തത് എന്റെ മനസ്സ് എന്താണ് പിന്നെ ബാക്കിലോട്ട് പോയി. ഉണ്ടായ എനിക്ക് അനുഭവം നിഷേധിക്കാനും ഈ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടായ ആ കാലഘട്ടം, അത് ഗുരുവായൂർ വെച്ചുള്ള ആ സമയത്തായിരുന്നു. അപ്പൊ അത് ഞാൻ ഈ പോസ്റ്റിങ്ങിൽ ഞാൻ എഴുതി, നമുക്കും അങ്ങനെ ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ അത് ഞാൻ ഏത് തരത്തിലാണ് ചെയ്തത്? ഇതുപോലല്ലേ ഗുരുജി പറഞ്ഞതുപോലെ ഞാൻ നിരീക്ഷണം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ ആ മുമ്പേ ചെയ്തതിന്റെ ആ ഓർമ്മയായിരുന്നു വന്നത്. ആ ഓർമ്മ വന്നതാണ് ഞാൻ നിരീക്ഷിച്ചത്. അപ്പൊ ഇങ്ങനെ ആ ഓർമ്മ വരുമ്പോഴെങ്കിലും നമ്മൾ ആ നിരീക്ഷകൻ ഇല്ലെങ്കിൽ പ്രയാസമായിരിക്കും. നമ്മുടെ വേറെ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. നിരീക്ഷകൻ ഉണ്ടെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ കുറച്ചൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പോകും. അപ്പൊ പിന്നെ അത് ഈ കാര്യം ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഗുരുജിയുടെ ഈ പോസ്റ്റിംഗ് വായിക്കുന്നത്. അപ്പൊ ആ ടൈമിങ്ങിന്റെ കാര്യം അവിടെ ആ ടൈംലി അന്ന് അപ്പൊ ഞാൻ അപ്പോഴും ഞാനിങ്ങനെ ഒന്ന് റിവൈൻഡ് ചെയ്തു. ആ കാലത്ത് ചെയ്തപ്പോൾ ഈ നിമിഷത്തിൽ നിന്നാണോ ഞാൻ അങ്ങനെ അനുഭവിച്ചത്? ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ തന്നെയായിരുന്നു. ഗുരുജി അപ്പോഴും ഗുരുജിയുടെ ഈ ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആന്തരിക നിരീക്ഷണം വളരെയേറെ അവിടെ എംഫസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആന്തരിക നിരീക്ഷണം ചെയ്യുമ്പോൾ ഇത് ആര് ചെയ്യുന്നു നമ്മുടെ ഉള്ളിൽ എന്നുള്ളത് ഒരു ഹയർ ഇന്റലിജൻസിന് വിട്ടുകൊടുത്തിട്ട് ചെയ്യുമെങ്കിലും നമുക്ക് ഉള്ളിൽ ഇത് വരുന്നുണ്ട്, ഈ ചിന്ത വരുന്നുണ്ട് എന്ന് അന്ന് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വേറെ ഫീലിങ്സ് ആണ് കുറ്റബോധം, നിഷേധിക്കാനുള്ള പ്രവണത വന്നത്. ഇതെല്ലാം നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും. കാരണം ഇത് എല്ലാം ഈ രഹസ്യങ്ങൾ, ഈ ബ്രഹ്മരഹസ്യം ഈ പാതയിൽ വരാൻ വേറെ ആരും പറഞ്ഞു തരത്തില്ല, ഗുരു മാത്രമേ പറയൂ. ആ ഗുരുവിനോട് ഇങ്ങനത്തെ ഒരു മനസ്സ് വന്നാൽ എന്താ ചെയ്യണ്ടെന്നും പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ 2-3 ദിവസം വളരെ ഡൗൺ ആയിട്ടിരിക്കും. പക്ഷെ ഡൗൺ ആയിട്ടിരുന്നാലും ഗുരുജിയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റത്തില്ലല്ലോ. ഇത് നമ്മൾ തന്നെ അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്. അതങ്ങനെ കുറെ ദിവസം ഇങ്ങനെ നമ്മളത് ഇരുന്ന് അതിനെ നമ്മൾ ഇത് ചെയ്യും, മനനം ചെയ്ത് ഇത് വരുന്നുണ്ടെന്ന്. അത് പിന്നെ ഒരു നാച്ചുറലായിട്ട് അത് പോയാലേ പറ്റുള്ളൂ. പക്ഷെ അത് പോയിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഇന്ന് എഴുതിയപ്പോ അതെന്റെ ആ ഫയൽ എന്റെ ഇതിനകത്ത് കിടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അത് ഓർത്തത്. അപ്പൊ അങ്ങനെ വളരെ സൂക്ഷ്മ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിരീക്ഷകന്റെ പല ആസ്പെക്ട്സും നമുക്ക് സമഗ്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അത് കുറെ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിലെ ശൂന്യത നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഗുരുജി ഓരോ സമയത്ത് ഇതിന്റെ ഓരോ ആസ്പെക്ട്സ് ക്ലിയർ ആക്കി തരുന്നത് നമുക്ക്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഇതിന്റെ എല്ലാ വശവും മനസ്സിലാക്കി നമ്മുടെ നിരീക്ഷകന്റെ തലത്തിലെത്താൻ നമ്മൾ സാധകർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം. ഹരിയോം. ഒരു സാധകന് പ്രധാനമായിട്ടും വേണ്ടത് ധാരണയാണെന്ന് പറയാറുണ്ടല്ലോ. താൻ സഞ്ചരിക്കുന്ന വഴിയെക്കുറിച്ചും ബോധപ്രാപ്തനായിട്ടുള്ള ഗുരു പകർന്നു തരുന്ന അറിവിനെക്കുറിച്ചും വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും എന്ന് പറയും. നമ്മളുടെ നിരീക്ഷണത്തെക്കുറിച്ചും നിരീക്ഷകനെക്കുറിച്ചും സത്യത്തെക്കുറിച്ചൊക്കെ ഗുരു നമ്മളോട് പറയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണെന്നോ ഇതിലൂടെ മാത്രമേ യാത്ര തുടരാനാകുകയുള്ളൂ എന്നും ഉറപ്പ് ഒരു സാധകനുണ്ടാവേണ്ടതാണ്. മനസ്സ് ഈ സമയത്തൊക്കെ പ്രബലമായിട്ടിരുന്ന് എന്ത് സംഭവിക്കും? ബോധപ്രാപ്തൻ്റെ ഈ ഉപദേശങ്ങളെ നമ്മൾ ഒരു സംശയദൃഷ്ടിയോടെ മാത്രമേ കാണുകയുള്ളൂ. എന്തിനാണ് നിരീക്ഷണം ചെയ്യേണ്ടത്? എന്തിന് ഞാൻ സത്തയെ ബോധ്യപ്പെടണം? ഞാൻ സത്തയാണെന്ന് എന്തിന് എനിക്ക് ബോധ്യപ്പെടണം? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് ചോദിക്കും. അതിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബോധപ്രാപ്തനിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ശ്രമിക്കും. ഇനി ഈ തത്വം മനസ്സിലാക്കിയിട്ടും നമ്മളത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നില്ലെങ്കിലോ? അവിടെയും മനസ്സ് നമ്മളെ തടസ്സപ്പെടുത്തും. ഈ തത്വങ്ങളെല്ലാം നമ്മൾ ഇൻഫർമേഷൻസ് മാത്രമായിട്ട് മാറും, ആശയങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങും, പ്രവൃത്തിയിൽ വരില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ലക്ഷ്യത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഈ വക ചോദ്യങ്ങളും ആശയങ്ങളും ഒക്കെ തള്ളിക്കളഞ്ഞ്
ആ നിരീക്ഷകനോടൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ ഈ തത്വങ്ങളെല്ലാം അനുഭവത്തിൽ ലയിപ്പിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ലക്ഷ്യം ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ തള്ളിക്കളയാനും ഉള്ള ധൈര്യവും വരുള്ളൂ. അല്ലെങ്കിൽ മനസ്സ് ഇങ്ങനെ സംശയങ്ങളും ചോദ്യങ്ങളും നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അതിന് മാത്രം ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കും. ബോധപ്രാപ്തൻ പറയുന്നതിനെ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളിലേക്ക് ഉറപ്പിച്ച് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയെയാണ് ചൂണ്ടിക്കാണിച്ച് തരുന്നതെന്ന് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും സാധിക്കില്ല. അപ്പം മനസ്സ് പ്രബലമായിരിക്കുമ്പോൾ ഈ വികാരങ്ങളും ഒക്കെ ആയിരിക്കും സാധകൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ നിമിഷത്തിലാണ് ഞാൻ നിലനിൽക്കേണ്ടത് എന്ന് മറന്ന് മനസ്സിനോടൊപ്പം വികാരങ്ങളിൽ അടിമപ്പെട്ട് ഓരോ നിമിഷവും സഞ്ചരിക്കും. ഇതെപ്പോഴായിരിക്കും തിരിച്ചറിയുന്നത്? മനസ്സ് പ്രബലമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെയും മറ്റുള്ളവരുടെയും മനസ്സിനെ പ്രക്ഷുബ്ധമാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത്. ഇപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ വികാരങ്ങളും ആയിരിക്കാം. അത് നമ്മുടെ മനസ്സിനെയും പ്രക്ഷുബ്ധമാക്കും, നമ്മളോടൊപ്പം നിൽക്കുന്നവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതെല്ലാം ഉണ്ടാക്കി ഒരു കുളമാക്കിയതിന് ശേഷമായിരിക്കും നമ്മളിതിനെ തിരിച്ചറിയുന്നത്. അപ്പം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വിഷമിച്ചിട്ടോ കാര്യമുണ്ടോ? എല്ലാം ചെയ്തിട്ട് ഞാൻ അറിയാതെ അപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞാണ് അല്ലെങ്കിൽ അത് ചെയ്തതാണ് എന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണിത്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം സാധകനിൽ ഈ വക പ്രക്ഷുബ്ധങ്ങളും അവസ്ഥകളും വരുമ്പോഴും ഒട്ടലില്ലാത്ത നിരീക്ഷകനെ നിലനിർത്താൻ കഴിഞ്ഞാൽ ഈ വികാരങ്ങളെ വിവേകബുദ്ധിയോടെ കണ്ട് തിരുത്താൻ സാധിക്കും. അതിനുള്ള അവസരം ലഭിക്കും. അവിടെ ആ നിരീക്ഷകൻ ഉണ്ടെങ്കിലേ നമുക്ക് ആ ടൈമും കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ടൈം കിട്ടില്ല. ആ ചിന്തകളുടെ പുറകെ, ആ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ വരുന്ന ചിന്തകളുടെയും വിചാരങ്ങളുടെയും പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അതിൻ്റെ ഇടയിലെ ഗ്യാപ്പ് കിട്ടില്ല നിരീക്ഷകനില്ലെങ്കിൽ. അപ്പം ഇതെല്ലാം ഈ ഭൂതകാലത്തിലെ ഓർമ്മകളാണ് നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ ഇത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പം അതെല്ലാം ഈ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്, തിരിച്ചറിവല്ല. കാരണം ഈ തെറ്റ് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ്? ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. മനസ്സിൻ്റെ വിലയിരുത്തലുകൾ മാത്രമായിരുന്നു അത്. വികാരങ്ങൾ നമ്മളിൽ ഏർപ്പെടുമ്പോൾ അവിടെ നമ്മളിലെ അജ്ഞാനം മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അജ്ഞാനമാണ് അവിടെ മുന്നിട്ട് വന്ന് നിൽക്കുന്നത്. തെറ്റിദ്ധാരണകളാണ്. ചെയ്തതിനെ ഓർത്തുള്ള പശ്ചാത്തപിക്കുമ്പോഴും അവിടെ മനസ്സാണ് പ്രവർത്തിക്കുന്നത്. നിരീക്ഷകൻ്റെ അഭാവമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. നിരീക്ഷകനെ നിലനിർത്തിയിരുന്നെങ്കിൽ ഇവയൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ മനസ്സിന് ഡൗൺഫാൾ സംഭവിച്ചാലും, ഡൗൺഫാൾ എന്തായാലും സംഭവിക്കും. കാരണം മൈൻഡ് എത്ര കാലത്തോളം നിലനിൽക്കുന്നു അപ്പോഴെല്ലാം ഈ ഉയർച്ചയും താഴ്ചയും ഉണ്ടായിരിക്കും. കാരണം മനസ്സ് പിടിക്കും, പിടിവിടും, വീണ്ടും പിടിക്കും, പിടിവിടും. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ആ നിരീക്ഷകനെ നിലനിർത്തിയെങ്കിൽ ഇതൊക്കെ സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമതൊന്ന് ചിന്തിച്ച് വിവേകബുദ്ധിയോടെ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. ആ ടൈം ഗ്യാപ്പ് കിട്ടും. നിരീക്ഷകൻ ഉണർന്നാൽ ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മൾ നിലനിൽക്കുന്ന സത്തയെ, ഏതിലാണോ നിലനിൽക്കുന്ന ആ സത്തയെ അനുഭവിച്ചറിഞ്ഞ് അതിൽ നിലനിന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്നതൊന്നും, മനസ്സിൻ്റെ ഈ വികാരങ്ങളൊന്നും ഒരു തടസ്സമേ ആവില്ല. എല്ലാത്തിനെയും ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് ഒട്ടലില്ലാതെ ഒരു ഒഴുക്കായിട്ട് പോകാൻ സാധിക്കും. ഈ മഴ പെയ്യുമ്പോൾ വരുന്ന ആ കുമിളകൾ പോലെ മനസ്സിൻ്റെ ഈ വികാരങ്ങളെല്ലാം വന്നു പോയി മറഞ്ഞ് വരും പോകും. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് അതിനെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും.
നമ്മൾ അതിൽ കയറി ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ ആ സത്തയുടെ ആ അനുഭവത്തിൽ നിലനിന്നുകൊണ്ട്, ആ ബോധപ്രാപ്തൻ്റെ ആ കൃപയ്ക്ക് ഉള്ളിൽ നിലനിന്നുകൊണ്ട് ഒരു ടൂളായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ടൊഴുകി പോകാൻ സാധിക്കും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മീറ്റ് മീ ചാനലിൽ ഇന്ന് പബ്ലിഷ് ചെയ്ത ഗുരുജിയുടെ സത്സംഗത്തിൽ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുകയാണ്. കാരണം അത് ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയുമായി അതിന് ബന്ധമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ഗുരുജി ഇന്ന് പോസ്റ്റ് ചെയ്ത സത്സംഗത്തില് ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു ഉദാഹരണം. അതായത് ഒരു അധ്യാപകൻ ആദ്യം ക്ലാസ്സിൽ തിയറി പഠിപ്പിക്കുന്നു, പിന്നീട് കുട്ടികളെ ലാബിൽ കൊണ്ടുപോയി അതെങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ കുട്ടികൾ ആദ്യമായി ആ എക്സ്പെരിമെന്റ് പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അത് വീണ്ടും വീണ്ടും ചെയ്ത് പ്രാക്ടീസ് നേടിയാൽ മാത്രമേ കൃത്യതയോടെ അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മീറ്റ് മീ ധ്യാന സെന്ററിലെ പ്രതിമാസ ധ്യാന ശിബിരത്തിൽ ആദ്യം സത്സംഗത്തിലൂടെ സ്പിരിച്വാലിറ്റിയിലെ തിയറിയും പിന്നീട് ആക്റ്റീവ് പാസീവ് മെഡിറ്റേഷൻസ് എന്നിവയിലൂടെ പ്രായോഗിക പരിശീലനവും ഗുരുജി നൽകി വരുന്നു. ഈ തിയറിയും പ്രാക്ടിക്കലും അറ്റൻഡ് ചെയ്ത സാധകർ മൂന്നാമതായി ധ്യാന സെന്ററിൽ നിന്നും നേടിയ പ്രായോഗിക പരിശീലനം നിത്യവും വീട്ടിലിരുന്നു കൊണ്ട് അഭ്യർത്ഥിക്കുക എന്ന സന്ദേശമാണ് ഇന്നത്തെ അവധൂതാമൃതത്തില് ഗുരുജി നൽകുന്നത്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇതുവരെയായി ഒരു ധ്യാന പരിശീലനത്തിൽ പോലും പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്നും അറിയില്ല. എങ്കിലും ഇന്ന് ഗുരുജി പോസ്റ്റ് ചെയ്ത വൃത്തത്തിലെ ശൂന്യതയുമായി ബന്ധമുള്ളത് കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതായത് ഗുരുജി ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു പോയിന്റ്, വർഷങ്ങളായി സാധന അനുഷ്ഠിച്ചിട്ടും വാസനാക്ഷയം സംഭവിക്കുകയോ ബോധപ്രാപ്തി നേടുകയോ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് പല സാധകരും പറയുന്നതായി ഗുരുജി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത ഒരു കണ്ണാടി തന്നെയാണ്. അതായത് ഗുരുജി സാധകർക്ക് മുന്നിൽ ഉയർത്തിപ്പിടിച്ച കണ്ണാടി. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളിലെ സാധകന്റെ പ്രതിബിംബം അല്ല കാണുന്നത്, നമ്മുടെ അഹത്തിന്റെ പ്രതിബിംബം ആണ് അവിടെ കാണുന്നത്. ഗുരുജി വൃത്തത്തിലെ ശൂന്യത എന്ന കണ്ണാടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് സാധകനെ ഉയർന്ന ബോധതലത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ്. വർഷങ്ങളായി സാധന ചെയ്തിട്ടും ഒരു സാധകന് കാര്യമായ പുരോഗതി നേടുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം അവനിലെ നിരീക്ഷകനെ അവൻ ഉണർത്താതെ ഇരുന്നത് കൊണ്ടാണ് എന്ന് ഗുരുജിയുടെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു തരുന്നു. അതായത് സാധന ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ സത്ത, നിരീക്ഷകൻ എന്നിവയെല്ലാം ആശയമായി മാത്രം നമ്മളിൽ നിലനിൽക്കും. സത്തയെ അനുഭവിക്കാനുള്ള ഏക പോംവഴി ഉള്ളിലെ നിരീക്ഷകനെ ഉണർത്തുക എന്നത് മാത്രമാണ്. നിരീക്ഷകൻ ഉണരണമെങ്കിൽ മനസ്സ് നിശ്ചലമാകണം. മനസ്സിനെ ജാഗ്രതയോടെ നിരീക്ഷിച്ച് ഈ നിമിഷത്തിൽ നിർത്തിയാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഉയർന്ന ഒരു അവബോധത്തിൽ സദാ നിലനിന്ന് സൂക്ഷ്മതയോടെ മനസ്സിനെ നിരീക്ഷിച്ചാൽ മനസ്സിൽ രൂപം കൊള്ളുന്ന ആ നിഷേധ ചിന്തകളെയും വികാരങ്ങളെയും സൂക്ഷ്മതലത്തിൽ തന്നെ നിർവീര്യമാക്കുവാൻ അല്ലെങ്കിൽ അവയുടെ പ്രഭാവം കുറക്കുവാൻ നമ്മൾക്ക് കഴിയുന്നതാണ്. എന്നാൽ മനസ്സിനെ നിരീക്ഷിക്കുന്നതിൽ ജാഗ്രത കുറവ് വന്നാൽ മനസ്സിൽ വരുന്ന വികാരങ്ങൾ അതേപടി പ്രകടമാവുന്നു. കാരണം അവിടെ വിവേക ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ആ സംഭവം കഴിഞ്ഞ് പിന്നീടായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും വിലയിരുത്തുന്നതും ഒക്കെ. ആ വിലയിരുത്തൽ നടത്തുന്നതും മനസ്സ് തന്നെ ആയിരിക്കും.
അപ്പൊ നിരീക്ഷകൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് നമ്മൾ മനസ്സിനെ ഈ നിമിഷത്തിൽ നിർത്തുകയാണെങ്കിൽ ഏത് തരം വികാരങ്ങൾ വന്നാലും അതിന്റെ നിയന്ത്രണം നമ്മളിൽ തന്നെ ആയിരിക്കും. കാരണം അവിടെ നിരീക്ഷകന്റെ സാന്നിധ്യം ഉണ്ട്. മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തി നിരീക്ഷകനെ ഉണർത്തുക എന്ന് പറയുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ നിരന്തരമായ സാധന ആവശ്യമാണ്. ഗുരുജിയുടെ ഇന്നത്തെ അവധൂതാമൃതം എന്ന സത്സംഗത്തിൽ സൂചിപ്പിക്കുന്നതോ അത് തന്നെയാണ്, ആ നിരന്തരമായ സാധന, പ്രാക്ടീസ്. അപ്പം മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് മനസ്സിന്റെ നിരന്തരമായ ചലനങ്ങൾ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. എന്നാൽ നിരന്തരമായ സാധനയിലൂടെ മനസ്സിനെ ധ്യാനാത്മക മനസ്സാക്കി നിരീക്ഷകൻ ഉണരുവാനുള്ള അവസരം സൃഷ്ടിക്കുവാൻ നമ്മൾക്ക് കഴിയും. അങ്ങനെ ഉണ്ടാവുന്ന ആ ഇന്നർ സൈലൻസ്, അത് ബ്രേക്ക് വരാതെ നോക്കുവാൻ സാധകൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പൊ ഇവിടെ ഈ സദാ ആ ജാഗ്രത അവസ്ഥയിൽ നിലനിന്ന് നിരീക്ഷകനെ ഉണർത്തി നിരീക്ഷകന്റെ ആ സഹായത്തോടെ ആ കാര്യങ്ങൾ മനസ്സിനെ നമ്മുടെ തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുള്ള ഏക പോംവഴി. ഗുരുജി ഇവിടെ ഏറ്റവും ലളിതമായ ഭാഷയിൽ എല്ലാ ദിവസവും ആത്മജ്ഞാനം പകർന്നു നൽകുന്നു. മാസം തോറും ധ്യാന പരിശീലനം നൽകുന്നു. സാധകർ നേരിടുന്ന തടസ്സങ്ങളെ മുൻകൂട്ടി കണ്ട് അവ ചൂണ്ടിക്കാട്ടി തരുന്നു. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിലും അതാണ്. നമ്മള് സാധകർ നേരിടുന്ന തടസ്സങ്ങള് നമ്മൾ ഗുരുജിയോട് പങ്കുവെക്കുന്നതിന് മുമ്പ് തന്നെ ഗുരുജി ഇങ്ങോട്ട് ഇത് ചൂണ്ടിക്കാട്ടി തരികയാണ് ചെയ്യുന്നത്. ഇതെല്ലാം സാധകത്തിൽ ലഭിക്കുന്ന അപൂർവ സൗഭാഗ്യം തന്നെയാണ്. ഗുരുജിയുടെ വൃത്തത്തിലെ ശൂന്യത എന്ന ഈ കണ്ണാടിയിൽ നമ്മൾക്ക് പതിവായി നോക്കാം നമ്മളിലെ നിരീക്ഷകന്റെ പ്രതിബിംബത്തെ അതിൽ ദർശിക്കുന്നത് വരെ. ഹരിയോ. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയില്ല, സംയമം പറഞ്ഞ കണക്ക് തന്നെ നമ്മളുടെ നിരീക്ഷകന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നാണ്. എങ്ങനെയായിരിക്കും ഇവിടെ ആ സമയത്തിന്റെ പ്രാധാന്യമാണ്. നമ്മളെപ്പോഴും ഗുരുജി പറഞ്ഞിട്ടുണ്ട്, നിരീക്ഷകൻ പ്രവർത്തിക്കുന്നത് എപ്പോഴും ഈ നിമിഷത്തിലാണ്. ആ നിമിഷത്തില് നിരീക്ഷകന് നിരീക്ഷിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ മനസ്സിന്റെ നിരീക്ഷണമായിരിക്കും. മനസ്സിന്റെ നിരീക്ഷണം അത് പ്രസന്റിലായിരിക്കില്ല. അത് ഭൂതഭാവി വർത്തമാന കാലങ്ങളില് എവിടെയും ചുറ്റപ്പെട്ടു കിടക്കും. അവിടെയാണ് ഗുരു പറയുന്നത്, നമ്മളില് മനസ്സിന്റെ പ്രവർത്തനം, വികാര വിക്ഷോഭങ്ങൾ വരുമ്പോ, ഇപ്പൊ ബാലുജി പറഞ്ഞ കണക്ക്, ഇത് മനസ്സ് നമ്മളിൽ ഉള്ളിടത്തോളം കാലം ഇത് നമ്മൾ ആ ബോധപ്രാപ്തനോട് അല്ലെങ്കിൽ ആ ബോധത്തിന്റെ തലത്തിൽ എത്തുന്നവരെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. മനസ്സിന്റെ ആ വികാരങ്ങള് വിക്ഷോഭങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് ആ സമയത്ത് അത് വന്നു ഒന്നില് ആ വരുന്ന വികാരത്തെ നിങ്ങൾക്ക് നിരീക്ഷിക്കുവാൻ കഴിയും. അതിനെ ഒരു വ്യാഖ്യാനങ്ങളും കൊടുക്കാതെ നിരീക്ഷിക്കുവാൻ കഴിയണം. അത് ശരിക്കും ഒരു ആ പൂർണ്ണമായും ആ നിരീക്ഷകൻ ഉണർന്ന് ആ ഒരു തലത്തിൽ നിൽക്കുന്നവർക്ക് അത് സാധ്യമാകുള്ളൂ. അതാണ് പലപ്പോഴും പറയുന്നത്, എങ്ങനെ സാധിക്കും, പറയാൻ എളുപ്പമാണല്ലോ.
അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കൂടി ചെയ്യാം. ഈ പറയുന്ന ആ വികാരം എന്ന് പറയുന്നത് ചിന്തകളുടെ ഒരു പരിണത ഫലമാണ്. അതുകൊണ്ട് എന്തായിരിക്കും അത് കാരണം നീ എന്ത് അനുഭവിച്ചു? വാട്ട് വാസ് ദ ആഫ്റ്റർ എഫക്ട്? അപ്പൊ നിനക്ക് ആ ഫസ്റ്റ് ആസ്പെക്റ്റില് നിരീക്ഷകനെ ഉണർത്തുവാനായിട്ട് പൂർണ്ണമായി കഴിഞ്ഞില്ലെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ ആ പരിണത ഫലത്തെയെങ്കിലും നിനക്ക് തിരിച്ചറിയാൻ കഴിയണം. ഈ രണ്ട് രീതിയില് നിനക്ക് ആ പ്രസന്റ് മൊമെന്റില് നിരീക്ഷകനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, പൂർണ്ണമായി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിരീക്ഷിക്കുക, അല്ലെങ്കിൽ ആ ചിന്തകളുടെ പരിണത ഫലത്തെ കുറിച്ച് ചിന്തിക്കുക. ഇത് കഴിഞ്ഞില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് പറയുന്നത്, നിങ്ങൾ പിന്നെ നമ്മൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ, പലപ്പോഴും എൻ്റെ ഇതിലും ജീവിതത്തിൽ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു ഇതാണ്, ഇത് ആ സംഭവത്തിൽ ആ നിമിഷത്തിൽ എനിക്ക് നിരീക്ഷിക്കുവാൻ കഴിയാതെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗുരുവിനെ വിളിച്ചിട്ട്, ഗുരുജി അതെ നമുക്ക് ആ സമയത്ത് നമുക്ക് നമ്മുടെ വികാര വിക്ഷോഭങ്ങളെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. ചില നമ്മുടെ ഓരോ ജീവിതത്തിലും നമ്മൾ എടുത്തു കഴിഞ്ഞ ഓരോ സാഹചര്യങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് നമ്മൾക്ക് മാത്രമല്ല നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ ഇതെല്ലാം ബാധിക്കും. അതിനുശേഷം ഒന്നില് നമ്മൾ ദുഃഖം കൊള്ളും, അല്ലെങ്കിൽ നമ്മൾ അതിനാണ് ആനന്ദിക്കാം, എന്ത് വേണമെങ്കിലും ആവാം, അഹങ്കരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ അവിടെ എന്നിട്ട് നമ്മൾ പറയും, ഞാൻ അതിനെ നിരീക്ഷിച്ചു മനസ്സിലാക്കി, അവിടെ എനിക്ക് പറ്റിയ പ്രശ്നം ഇതാണ്, അപ്പം ഞാൻ പാഠം ഞാൻ കൊണ്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതില് ഏറ്റവും പെർട്ടിനന്റ് ആയിട്ട് പറഞ്ഞ ഗുരു പറയുന്നത്, ശരിക്കും അത് നിരീക്ഷണമേ അല്ല. കാരണം അവിടെ മനസ്സിന്റെ നിരീക്ഷണമാണ് നടക്കുന്നത്. മനസ്സ് അവിടെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുവാണ്. അപ്പം അവിടെ നിരീക്ഷകന്റെ തിരിച്ചറിവ്, അതിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഫയല് ആ നിമിഷത്തിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ വന്നാലും ഇത് കാര്യമില്ല. കാരണം ഇറ്റ് വിൽ ബി റിപ്പീറ്റഡ് അഗെയിൻ. കാരണം ആ നിമിഷത്തില് നിനക്ക് ആ തോട്ട് വരുമ്പോ തന്നെ ആ ഗ്യാപ്പിൽ നിനക്ക് നിരീക്ഷണത്തിൽ കൂടെ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിൽ ആ ഫയല് പിന്നെയും റിപ്പീറ്റഡ് ആവുക. അപ്പം ഈ രണ്ടാമത്തെ മനസ്സുകൊണ്ട് നീ നിരീക്ഷിക്കുന്നത് does not in any way affect the already files you have fed up. ആ കോൺക്രീറ്റ് ആയിരിക്കുന്ന മനസ്സിന്റെ ആ ധാരണകൾ വീണ്ടും അവിടെ നിലനിൽക്കുമോ. അപ്പൊ അത് മനസ്സിന്റെ നിരീക്ഷണമാണ്, ഒരിക്കലും അത് ആ സത്തയുടെ നിരീക്ഷണമല്ല. ഇതിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാമെന്നാണ് ഗുരു പറയുന്നത്. ഇത് എങ്ങനെ ഇതിനെ കാണാം? ഇത് പല ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഈ മനസ്സിന്റെ പ്രവർത്തനത്തെ ആ നിമിഷത്തില് നിനക്ക് എങ്ങനെ പ്രവർത്തനത്തില് അത് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് ഡിഗ്രി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു മരത്തിനെയോ അല്ലെങ്കിൽ ഒരു പശുവിനെ എന്തെങ്കിലും എടുക്കുക. ഫസ്റ്റ് ആസ്പെക്റ്റില് അത് പറയുന്നത് അതൊരു മരമാവാം അല്ലെങ്കിൽ ഒരു പശു ആവാം, അത്ര മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഡിഗ്രിയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് പറയും, നമ്മുടെ നോളജ് അവിടെ യൂസ് ചെയ്തിട്ട് പറയും, ഈ മരത്തിന് അല്ലെങ്കിൽ പശുവിന് ഇത്രയും വയസ്സായി, അല്ലെങ്കിൽ ഇത് ഇന്ന ബ്രീഡാണ്. അപ്പം പല അറിവുകള് നമ്മൾ അതിന്റെ പുറത്തു കൊടുക്കും. അപ്പം ആ
ഡിറ്റാച്ച്മെന്റിന്റെ പിന്നെ അത് അയവ് കുറഞ്ഞു വരുവാണ്. ഇനി മൂന്നാമത്തെ തലത്തിലോ, മൂന്നാമത്തെ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഈ വൃക്ഷം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഊഞ്ഞാലാടിയതാണ്, അല്ലെങ്കിൽ ഈ പശു ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് പാല് തന്ന ആ പാല് കുടിച്ച് ഞാൻ വളർന്നതാണ്. അവിടെ ഹോട്ടൽ തുടങ്ങി, അറ്റാച്ച്മെന്റ്സ് വരും. ഇത് അടുത്ത ഒരു ഡിഗ്രിയിലേക്ക് ഈ അറ്റാച്ച്മെന്റ്സ് എല്ലാവരുടെയും വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണ്, അവിടെയാണ് നമ്മൾ കോൺക്രീറ്റ് എന്താണ് നമ്മുടെ ഈ പറയുന്ന മനസ്സിന്റെ ഈ വികാരങ്ങൾ ഓരോന്നും നമ്മളിലേക്ക് വരുന്നത്. അത് നമ്മൾ മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്, ആ തടസ്സങ്ങളെ കുറിച്ച്. അപ്പൊ നമ്മള് പൂർണ്ണമായി ഇപ്പൊ മനസ്സിന്റെ ലെവലിലേക്ക് എത്തിക്കും. അവിടെ അപ്പൊ നമ്മള് ആന്തരിക നിരീക്ഷണം പൂർണ്ണമായും നമുക്ക് നഷ്ടപ്പെടും. നമ്മള് അവിടെ പറയുന്നത് എന്താണ്? ആ തടസ്സങ്ങളെ, അപ്പൊ നിരീക്ഷണം ടോട്ടലി ഔട്ട്സൈഡ് ആയി, പുറമെ നമ്മൾ ആരോപിക്കുകയാണ്. അവിടെ മൈൻഡ് ആണ് ഫുള്ളി വർക്ക് ചെയ്യുന്നത്. ഈ മൈൻഡ് ആണ് പാസ്റ്റ് ടെൻസിൽ, ഭാവിയിൽ വന്നിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. അതിന് ഒരിക്കലും ആ യഥാർത്ഥ നിരീക്ഷണത്തിന്റെ തിരിച്ചറിവ് നമുക്ക് ഒരിക്കലും നൽകുവാൻ കഴിയത്തില്ല. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ എപ്പോഴും തെറ്റ് തന്നെയായിരിക്കും. ഈ ഒരു ബോധം, അതാണ് പറയുന്നത്, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ, ഒന്നിൽ ആ നിരീക്ഷകനെ പൂർണ്ണമായി നിന്ന് ആ സത്തയിലേക്ക് നിന്ന് നിനക്ക് അത് ബാലുജി പറഞ്ഞ കണക്ക് നിനക്ക് ആ ലക്ഷ്യബോധം ഉറയ്ക്കുന്നതാണ്. സത്തയാണ് ഈ കാണുന്ന പ്രതിബിംബം, ഞാൻ തന്നെയാണ്, ആ സത്ത തന്നെയാണ് എന്ന് ഉറച്ച് തന്റെ ലക്ഷ്യബോധം ഇതാണ് എന്ന് ഗുരുവിൽ സമർപ്പിച്ച് നിൽക്കുന്നവൻ അപൂർണമായി അവിടെ നിരീക്ഷകൻ വർക്ക് ചെയ്യും. ഇല്ലാത്ത ആസ്പെക്റ്റില് രണ്ടാമത്തെ ഇതിന്റെ പരിണത ഫലത്തെ, ആ പരിണത ഫലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആസ്പെക്ട്സ് ഓരോന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത്രയും ലൂസ്ഡ് ആയിട്ട് ഇതിനെ പൊളിച്ചെഴുതി ഗുരു നമുക്ക് പറഞ്ഞു തരിക. ഇത് എങ്ങെന്നും എവിടെ നിന്നും ഒരിക്കലും ഈ ഇത്രയും സിമ്പിളായിട്ട് ആ സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു അറിവ് നമുക്ക് എവിടെ നിന്നും കിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞു. കാരണം ഈ അനുഭവങ്ങൾ നമ്മൾക്ക് ഒരു ബോധപ്രാപ്തന്റെ കൂടെ നടക്കുമ്പോൾ ഈ അനുഭവങ്ങൾ ഓരോന്നും നമ്മളിൽ വരും. ആ അനുഭവത്തെ അദ്ദേഹത്തിന്റെ ഈ രചനകളിൽ പറഞ്ഞു തന്നിരിക്കുന്ന പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി, അതിനെ മനസ്സിലാക്കി ഈ നമ്മളിലെ നിത്യജീവിതത്തിൽ നമുക്ക് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ നമുക്ക് പോകുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും ആ ബോധത്തിന്റെ സ്ഫുരണങ്ങൾ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകും. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് പ്രതിബിംബത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാണുന്നതും കണ്ണാടിയിലേക്ക് നോക്കിയാൽ നമ്മളെ പ്രതിബിംബം കാണും. പക്ഷെ കണ്ണാടിയിൽ മാത്രമാണോ പ്രതിബിംബങ്ങൾ കാണുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സുപയോഗിച്ച്, അഹം ഉപയോഗിച്ച് പലയിടത്തും നമ്മുടെ കർമ്മ മേഖലകളിലും എവരി പാർട്ടിലും മനസ്സ് ഉപയോഗിച്ചും അഹം ഉപയോഗിച്ചും നമ്മൾ നമ്മളെ പ്രതിബിംബങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമ്മളുടെ ഉള്ളിൽ എന്താണ് കാണും? ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ അറിയാതെ ബാഹ്യ സൗന്ദര്യത്തിൽ പൊങ്ങിപ്പോവാറുണ്ട്. പലപ്പോഴും ഒന്ന് മുടി ചീകി ഒതുക്കാനോ അല്ല ഡ്രസ്സ് ഒന്ന് കറക്റ്റ് ചെയ്യാനോ ശ്രമിക്കും. അതെന്തുകൊണ്ടാണ്? കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൻ ശീലിച്ചിരിക്കുന്നത് അതാണ്. എന്നാൽ തന്നിൽ സ്ഫുരിക്കുന്ന ആ സത്തയെ പറ്റി കാണാനാണ്, അല്ലെ സത്തയെ ഓർമ്മപ്പെടുത്തൽ അവിടെ ഉണ്ടാകും. കാരണം എന്താണ്? എല്ലാം മനസ്സ് വെച്ചിട്ടാണ് കാണുന്നത്.
മനസ്സിലൂടെയാണ് അറിയാൻ ശ്രമിക്കുന്നത്. എന്നാൽ ട്രാൻസ്പെയറൻ്റായ ഒരു ഇതാണെങ്കിൽ, കണ്ണാടിയാണെങ്കിൽ, അതിലൂടെ പുറം ലോകമേ കാണുള്ളൂ. എന്തുകൊണ്ടാണ്? അതിൽ രസമില്ലാത്തതുകൊണ്ട്, മെർക്കുറി പൂശാത്തതുകൊണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ മെർക്കുറി പൂശിക്കൊണ്ടിരിക്കുകയാണ്, അഹത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ കാണാൻ വേണ്ടി വ്യഗ്രത കൊണ്ട് നടക്കുകയാണ്. ഇവിടെ കുറിച്ച് പറയുകയുണ്ടായി ദേഷ്യത്തെ പറ്റി. ഒരു വേട്ടക്കാരൻ സന്ധ്യാസമയത്ത് വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. തന്റെ കയ്യിലിരുന്ന വെടിയുണ്ടകൾ മൊത്തം ഉപയോഗിച്ച് കാടടിച്ച് വെടിവെച്ചപ്പോൾ അനേകം ജീവികള്, അല്ലെങ്കിൽ അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കിയപ്പോൾ ആദിവാസികളടക്കം ഒത്തിരി ജീവികള് മരിച്ചു കിടക്കുന്നവരുണ്ട്. അപ്പൊ അയാൾക്ക് ഭയങ്കര വിഷമം. അന്നേരം ചെന്ന് അപ്പോളജി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരോട് പറയും? ആരാണ് ആരോട് പറയുന്നത്? ജീവൻ കൊടുക്കാൻ അധികാരമില്ല, ജീവൻ എടുക്കാൻ അധികാരമുണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് ആ ഒരു നിമിഷത്തിലെ ആ ഒരു ധാരണയോ ആശയമോ അല്ലെങ്കിൽ ചിന്തയോ നിന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു അക്രമോത്സുകത അത് എന്തിന് കാരണമാക്കി? പല ജീവനും നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കി. അതാണ് എപ്പോഴും പറയാറുണ്ട്. ഗുരുജിയുടെ ഒരു അവധൂത ചിന്തയുണ്ട്. ഈ ചില ചിരിപ്പിച്ച നിമിഷങ്ങൾ നാളെ നിങ്ങളെ കരയിച്ചേക്കാം, ഇനി കരയിച്ച നിമിഷങ്ങൾ നാളെ നിങ്ങളെ ചിരിപ്പിച്ചേക്കാം. എന്തുകൊണ്ട് ഈ വിരോധാഭാസം സംഭവിക്കും? കാരണം ഇന്ന് നമ്മളെ കരയിക്കുന്ന നിമിഷങ്ങള് ഇതിനെപ്പറ്റി ചിലപ്പോൾ നിരീക്ഷണം ചെയ്യുന്ന ഒത്തിരി കാലം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമുക്കത് ചോദിച്ചു, അവിടെ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ നിമിഷങ്ങളിൽ ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ആ നിമിഷങ്ങളെ ഓർത്ത് കരയും. ഇതും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിന്റെ അഹത്തിന്റെ ആ മേലങ്കി അണിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നത് സ്വാർത്ഥതയും അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളും, മനസ്സിന്റെ വ്യാഖ്യാനങ്ങളും അഹത്തിന്റെ മേമ്പൊടിയും ഒക്കെ ചേർന്നുള്ളതായിരിക്കും. അത് കർമ്മത്തെയും ബാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രാരാബ്ധത്തിലേക്ക് പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് സത്യയെ കാണാൻ സാധിക്കില്ല? ഈ പ്രാരാബ്ധം ഒഴിച്ചിട്ട് വേണ്ടേ സത്യയെ കാണാൻ, അല്ലെ അതിനെ അറിയാൻ? അപ്പോൾ തന്നിൽ നിന്നും മറ പോലെ നിൽക്കുന്ന എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് അവന് കണ്ടെത്താൻ പോലും സാധിക്കുന്നില്ല. നമ്മൾ പറയും തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്നുവെച്ചാൽ തൻ്റെ ഉള്ളിൽ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് സദാസമയം ആ സത്ത. പക്ഷെ എന്തുകൊണ്ട് അറിയുന്നില്ല, കാണുന്നില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? പക്ഷെ ഈ കാണുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് അതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറയാറുണ്ട്, നമുക്ക് ദേഷ്യം വന്ന് നമ്മൾ കിണറ്റിലെടുത്ത് ചാടി. പക്ഷെ ആ ദേഷ്യം പല ദേഷ്യം കൊണ്ട് നമുക്ക് കയറി വരാൻ സാധിക്കില്ല. ഒറ്റ നിമിഷത്തെ ചിന്താഗതിയിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു കർമ്മം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ അതിൽ നിന്ന് മാറാൻ സാധിക്കില്ല. അപ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്, ബോധപ്രാപ്തന്റെ വാക്കുകൾ ഇന്നുമുണ്ട്, എന്നുമുണ്ട്, എല്ലായ്പ്പോഴും ഉണ്ട്. പക്ഷെ കേൾക്കാൻ കാതുണ്ടോ? ഇല്ല. കാണാൻ കണ്ണുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനെയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് എന്നൊരു ചിന്താഗതി. എനിക്കിതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. കിട്ടുമോ? ഇല്ല. എല്ലാത്തിനും ഒരു ടൈമുണ്ട്. എല്ലാത്തിനും അത് അനുഭവിച്ചറിയാനും അത് സ്വായത്തമാക്കാനും ഒക്കെ ഓരോ സമയമുണ്ട്. നമുക്കത് മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടല്ലേ കുറിച്ച് പറഞ്ഞല്ലോ, വലിയ സാധന ചെയ്യുന്നു, അഹത്തെ നിരാകരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ ബോധപ്രാപ്തനാകാൻ സാധിക്കാതെ എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമുണ്ട്, സമയത്തിന് പ്രാധാന്യമുണ്ട്. കാരണം സമയം നമ്മുടെ കയ്യിലല്ല. ഒരിക്കലും ആ സമയത്തിന് വില കൽപ്പിക്കാതെ മുന്നോട്ട് ജീവിക്കുന്നവർക്ക് എന്താണ് ആ മൂല്യം കൽപ്പിക്കാൻ അവകാശം? നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
എത്രത്തോളം ഒരു ദിവസം മനസ്സ് എന്തുമാത്രം ഉപയോഗിക്കുന്നു, അല്ലെ മനസ്സിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുന്നു. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ബോധേടല്ല പലപ്പോഴും. ഞാൻ എന്നുള്ള ഭാവത്തിൽ പലപ്പോഴും പ്രതികരിക്കും. ഇവിടെ നിരീക്ഷകന്റെ റോള് ആബ്സെന്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെ എന്ത് ഘടകമാണ് ഉപയോഗിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ പറയില്ലേ ഓർമ്മകള് പിന്നെ വേട്ടയാടലുകളായി തിരിച്ചു വരും. അതെന്തുകൊണ്ട്? കാരണം ചെയ്തത് മനസ്സുപയോഗിച്ചാണ്, അല്ല അഹം ഉപയോഗിച്ചാണ്. അവിടെ നിരീക്ഷണം ശക്തമായിട്ടാണ് ചെയ്ത ഓരോ കർമ്മങ്ങളും അന്വേഷിച്ചു പോയിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മളിൽ ഉണ്ടാവില്ല. അപ്പം നിത്യസാധന ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാധനയെ സംബന്ധിച്ചോളം എത്രത്തോളം ആഴത്തിലാണ് ഗഹനമായിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് ഗുരുജി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങള് നേരത്തെ അറിഞ്ഞു പോകും എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. പക്ഷെ ഞാൻ പതുക്കെ അറിഞ്ഞോളാം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ ധാരണയിൽ മുൻനിർത്തി ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പറഞ്ഞില്ലേ, ആ ബോധപ്രാപ്തന്റെ വാക്കുകൾക്ക് ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആ അനുഭവ സമ്പത്ത് നമുക്ക് സ്വായത്തമാക്കാൻ ഒരിക്കലും ഒരു സാധനം സാധിക്കാതിരിക്കട്ടെ. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ സഞ്ചരിക്കാം. ഹരിയോ ഹരിയോ ഓം ഗുരുഭ്യോ നമഃ. നമ്മള് എല്ലാവരും ഒരു കൃപയിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾക്ക് അറിയാൻ പറ്റുന്നില്ല, നമ്മൾ ആ കൃപയ്ക്കുള്ളിലാണ് എന്ന് അറിയാൻ പറ്റാത്ത തരത്തില് ആ ഒരു ഗ്രേസിനുള്ളിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ആ ഗ്രേസിനുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ബോധപ്രാപ്തനായിട്ടുള്ള ഒരു ഗുരു വന്ന് നമുക്ക് ഇങ്ങനെ ആ നമ്മുടെ ആന്തരികതയുടെ ശബ്ദം അത് നമുക്ക് കേൾപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ കണ്ണാടിയില് അഹം വ്യക്തിബോധത്തിൽ നിൽക്കുന്ന കാരണം നമുക്ക് ആ ശബ്ദം കേൾക്കാനേ പറ്റുന്നില്ല. ആ ഗുരുജിയുടെ ആ ശബ്ദം, ആ എഴുത്തിന്റെ സൂക്ഷ്മത നോക്കിയാല് അറിയാം. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മൾ പലപ്പോഴും സുഷുപ്തി അവസ്ഥയിലൊക്കെ പോവാറുണ്ട്. വ്യക്തിബോധം തീർന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയില് നമ്മൾ എന്താണോ, ആ അവസ്ഥയിലെ ഭാഷ എന്താണോ, അതേ ഭാഷയുടെ സൂക്ഷ്മതയാണ് ഗുരുജിയുടെ ഓരോ എഴുത്തിനും. കാരണം നമ്മുടെ അഹത്തിനെ നമുക്ക് പ്രതിഫലിപ്പിച്ച് കാണിച്ചു തരികയാണ്. ഒരിക്കലും ആ ഒരു ഭാഷ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഈ നിരീക്ഷകൻ പോലും നമ്മളില് ഉണരുന്നത് നമ്മൾ അറിയാത്ത ഒരു തലത്തിലാണ്. ആ ഒരു ഉണരല് സംഭവിക്കുന്നത് പോലും ആ ഒരു ഗ്രേസ് കൊണ്ട് മാത്രമായിരിക്കും. കാരണം ചിന്തകള് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് ആ നോട്ടം പോലും നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴ് ഇതേ മനസ്സ് തന്നെ വേഷം കെട്ടി വരും. ഒരു കുറ്റബോധമായിട്ട് നമ്മളിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഒക്കെ വരുന്നത് മനസ്സ് തന്നെയാണ് നമ്മളെ കളിപ്പിച്ച്. കാരണം നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു വികാരം വന്നു കഴിഞ്ഞാല് ഇപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെ കടന്നു പോവുകയാണ്. കാരണം എന്തെങ്കിലും ഒരു വികാരം വന്നാൽ ചെയിൻ ഓഫ് ഇമോഷൻസിൽ നമ്മൾ അതിനകത്ത് പെട്ട് നിൽക്കുകയാണ്. അതിനെ മാറി നിന്ന് നോക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ തുടക്കക്കാരനായതുകൊണ്ടാവാം പലപ്പോഴും അതിന്റെ കൂടെ അങ്ങ് സഞ്ചരിച്ച് ആ റൊട്ടീനിൽ എന്നതുപോലെ പോവുകയാണ്. പക്ഷെ ആ റൊട്ടീന് ഒരിക്കല് നമുക്ക് എല്ലാവർക്കും മുറിയും. കാരണം നമ്മൾ ആ ഗ്രേസിനകത്താണ്, നമ്മൾ അറിയാത്തൊരു ഗ്രേസിൽ നമ്മൾ നിത്യസാധന കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ആ ഗ്രേസ് നമ്മളിൽ എല്ലാവരിലും പ്രവഹിക്കും. ആ ഗുരുവാകുന്ന ആ ബോധം അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ പ്രവഹിക്കുകയും നമ്മളിൽ ആ യഥാർത്ഥ സത്തയിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. ഹരിയോ.